കല്ലെടുത്തെറിയാ. എനിക്ക് മുട്ടിന് വേദന എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കയറി വന്ന മലയാണ് കാണുന്നത്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. പിന്നെ ഒരു ബംഗ്ലാവാണ്. അവിടെ വലിയ ഗോസ്റ്റ് എനർജി ഉണ്ടെങ്കിൽ ഭയമുണ്ടോ? ഭയങ്കരമായിട്ട് പേടിച്ച് സംസാരിക്കുന്നവരല്ലേ. ഇത് കണ്ടോ, അതുകൊണ്ട് റിസ്ക്കാണ്. പക്ഷെ ഇവിടെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്ത് വന്നു ഈ ബംഗ്ലാവ് മൊത്തം ചാണകമാണല്ലോ. ആ മേളിൽ ഒരു നിൽപ്പുണ്ട് കാണാം. അവൻ വന്നിട്ട് എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞങ്ങളടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി തന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. പുള്ളി ആരെയൊക്കെ ഫോൺ വിളിക്കുന്നൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങളിന്ന് ചെറിയൊരു ഒരു പഴയൊരു ബംഗ്ലാവിലോട്ട് പോവുകയാണ്. അതായത് നമ്മളീ പോകുന്ന വഴിക്ക് അവിടായിട്ട് കാണാം. അത് ഒരു മലഞ്ചെരുവിൽ കാടൊക്കെ പിടിച്ച് കിടന്നാണ് ഇവിടെ പണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടെ ആരാണ്ടൊക്കെ നിൽപ്പുണ്ട്. മെഷീൻ ഇവിടെ ഉണ്ട്. എന്തേലും പറ. പോയി നോക്കാം. പഴയതാണ്. അവിടെ പ്രത്യേകിച്ച് സ്റ്റോറിയോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഉണ്ടോന്ന് അറിയത്തില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവാണ്. ഇതിൽ ഞാൻ ഇറങ്ങേണ്ട വരില്ല. അവിടെ ആയിട്ടാണ്. ഇവിടെ കുറച്ച് ഫാമിലി നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെയുള്ള നോക്കട്ടെ അങ്ങോട്ട് എങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ആ കാണുന്നതാണ്. ശരി, കാണത്തില്ല. ഇരുട്ടാൻ തുടങ്ങിയോണ്ടാണോ? അവിടെ വഴിയുണ്ട് കേട്ടോ. അതിലെ പിള്ളേരാരും നടന്നു വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. അമ്മമാരായിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോകാം. ബാ, ഇതിലിറങ്ങിപ്പോ. കല്ലെടുത്തെറിയാ. കല്ലെടുത്തെറിയുന്ന പിള്ളേർ ഇറങ്ങി വരും. അവിടെ പശുവിനെ കെട്ടാൻ വേണ്ടി എൻ്റെ പിള്ളേർ വരുന്നുണ്ട്. അവരോട് ചോദിച്ചിട്ട് അതിൽ അങ്ങനെ ഇറങ്ങിപ്പോകാമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് മുട്ടിന് വേദന എടുക്കുന്നുണ്ട്. ടഫ് ടെറൈനാണ്. നല്ല കുത്തനെ തിരിവാണ്. അമ്മ, അത് പിള്ളേരല്ലടാ, ഒത്തിരി പ്രായമുള്ളവരാ. അയ്യോ, പശുവിൻ്റെ അടുത്ത് ഏകദേശം എത്തി. അതുകൊണ്ട് ആ കാണുന്ന മലയാണ് ആ വീടല്ലോ, ബംഗ്ലാവ്. അപ്പം വാ, അടുത്താ നല്ല കയറ്റാണ്. മേളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. കുത്തുകയറ്റാ. അവരോട് ചോദിച്ചേക്കാം. ഇത് അങ്ങോട്ടല്ലേ പോകുന്നത്? ആ വീടിൻ്റെ അവിടെ അങ്ങോട്ട് പോകാൻ പാടാ. കുത്തുകയറ്റം കയറി പോകണം. ആണോ? നിങ്ങളിപ്പോൾ അതിലെ വരുന്നുണ്ടോ? അതാ ചോദിച്ചേ. അങ്ങോട്ട് പോയിട്ട് ആ സൈഡിൽ കൂടി കയറി പോകണം. ആണോ? ചെറിയ വലിയേ ഉള്ളൂ. ആണോ? ഏകദേശം ഞങ്ങൾ ഈ ഒരു മല കയറി അപ്പുറത്തെ മലയിൽ ചെല്ലണം. എന്നാലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. എന്നാണല്ലോ പോയി നോക്കാം. അവർ വന്ന വഴി ഏതാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അവിടെയാണ് പോകേണ്ടത്. വഴി ഏകദേശം മനസ്സിലായിട്ടുണ്ട്. വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വഴിയാണ്. ഈ കാണുന്നതാണ് വഴി. സൂര്യനുണ്ട്, പക്ഷെ സൂര്യൻ ബ്ലറല്ല. ഇങ്ങോട്ട് നോക്കിയ കേസ് അവിടെ ഒരു മല ഇങ്ങനെ വന്നിട്ട് എൻ്റെ തീരുകയാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ട മെയിൻ റോഡിൽ കൂടെ പോകാം. മെയിൻ റോഡ് NH ഹൈവേ. NH ഹൈവേയിലൂടെ കയറി കണ്ട ആ മല കയറി പോകണം. എന്നാലേ നമ്മളവിടെ എത്തത്തുള്ളൂ. ഇത് കാടാണ് ഗൈസ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. എന്തൊരു കഷ്ടപ്പാടല്ലേ. അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. ആ പശുവിനെ കൊണ്ടുവരാൻ വന്ന ആൾക്ക് എന്തോ ഒരു താല്പര്യമില്ലായ്മ പോലെ തോന്നി. എന്നാലും നമ്മൾ പോകും. നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. എന്നിട്ടും കിട്ടിയില്ല, പോട്ടെ നോക്കും. അവിടെ ഒരു ചെറിയൊരു വെള്ളം അരുവി പാറ സെറ്റപ്പ് തന്നെ അടക്കിടക്കുന്നത്. തുണി കയറിയിട്ടേക്കുന്ന ഇതിലാണ് നമുക്ക് പോകേണ്ടത്. എത്ര ഹൈറ്റിൽ പാറ ഇടുക്ക്. എൻ്റെ ഇവിടെ അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർ. ഇത് എനിക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കേണ്ട സ്ഥലമാണ് തോന്നുന്നല്ലടാ. നല്ല രീതിയിൽ വെള്ളം ഒഴിക്കേണ്ട സ്ഥലമായിരുന്നു തോന്നുന്നു. മഴക്കാലമൊന്നും അല്ലല്ലോ. ഞങ്ങളപ്പോൾ ഈ മല കയറുകയാണ്. ഈ മല കയറി മേളിൽ ചെന്ന് കുറച്ചുകൂടി നടക്കണമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫസ്റ്റ് ടൈം വരുവാണ് ഇങ്ങോട്ട്. ഇവൻ ഈ സ്ഥലം ഇവിടെ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ പറഞ്ഞിട്ട് വന്നതാണ്. അവിടെ വേറെ സംഭവമൊന്നുമില്ല. ഇതൊരു പഴയൊരു ഒരു ബംഗ്ലാവാണ്. എൻ്റെ വായിൽ ആ ബ്ലംഗ്ലാവെന്നേ വരത്തുള്ള. നമ്മൾ ഈ സിനിമയൊക്കെ തരില്ലേ വലിയ ബ്ലംഗ്ലാവെന്നൊക്കെ, അങ്ങനെ പറഞ്ഞ ബ്ലംഗ്ലാവ്. നീ കണ്ട നോക്കൂ, ബ്ലംഗ്ലാവെന്നേ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ബ്ലംഗ്ലാവിലോട്ട് പോവാണ്.
ഗൈസ് ആണ്ടെ ആ മല കണ്ടോ, അവിടെ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട്. വണ്ടി കാണത്തോലും ഇല്ലടാ. ഇവിടെ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട്. ആ മലയുടെ താഴോട്ടിറങ്ങി അടുത്ത മല നമ്മൾ കയറുകയാണ്. അത്യാവശ്യം അണയ്ക്കുന്നുണ്ട്. കൈ വെള്ളമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ വല്ല ഗോസ്റ്റ് എനർജി ഉണ്ടെങ്കിൽ ഉണ്ടാവോ? അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രാവൽ വ്ളോഗായിട്ട് കാണാം. ട്രാവൽ വ്ളോഗല്ല, ഒരു ട്രാവൽ ട്രക്കിങ് മിക്സഡ് കണ്ടൻ്റാണ്. നമ്മൾ ഓൾറെഡി ഇടനാട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമാണ്. മേളിലൊരു മേൽക്കൂര കാണുന്നുണ്ടല്ലോ. ഓൾമോസ്റ്റ് എത്തിയല്ലേ? അതായത് നമ്മൾ കയറി വന്ന മലയാണ് കാണുന്നത്. അത് തന്നെയാ. ആൾക്കാരുണ്ടെന്ന് തോന്നുന്നില്ല അവിടെ. സൗണ്ട് കേൾക്കുന്നു. പിന്നെ അത് അടുത്തോട്ട് എല്ലാമല്ലേ കാണത്തുള്ളൂ. ഇപ്പോൾ 2 ബിൽഡിംഗ് ആണെങ്കിലും എന്നെ അണക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, നമ്മുടെ വണ്ടി എന്ത് ദൂരത്താടാ. അതായത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾ നോക്കിക്കോ. അന്യ വ്യൂ ആണ്. വളരെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. അതായത് അവിടെ ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാലും നോക്കാം. അവിടെ തന്നെ നിൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കുറവ്. ഭയമുണ്ടോ? ഇത് കണ്ടോ? എന്നടാ കോഴിയോ? ഓ മൈ ഗോഡ്. ഓ, ഇതിനടുത്ത് വന്നു. നോക്കാം. വാടാ. എന്നാ ഒരു സൗണ്ട് കേട്ടു. ഈ ബ്ലംഗ്ലാവ് മൊത്തം ചാണകമാണല്ലോ. ബ്ലംഗ്ലാവായിട്ട് തോന്നുന്നില്ല. ബാത്റൂം. ഓ മൈ ഗോഡ്. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നേ. ആ മേളിൽ ഇവിടെ നിൽപ്പുണ്ട്, കാണാമോ? അവൻ വന്നിട്ട് എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ ഇത് പ്രശ്നമുള്ള സ്ഥലമാണ്, സീനാന്നൊക്കെ പറഞ്ഞ് പോകാൻ പറഞ്ഞ്. അവൻ ഞങ്ങൾ പോകാൻ വേണ്ടി തന്നെ അവനവിടെ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. എന്നാലും വീഡിയോ എൻ്റെ ആണ്. അവൻ വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ചോദിക്കുമെന്ന് നോക്കാം. ഇല്ല, പുള്ളി ആരൊക്കെ ഫോൺ വിളിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ നൈസായിട്ട് സ്ഥലം വിടുകയാണ്. എന്തോ ഇവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടോ തോന്നുന്നുണ്ട്. ഇവിടെ നിൽക്കല്, സന്ധ്യാസമയത്ത് നിൽക്കലെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ പോകാഞ്ഞിട്ട് പുള്ളി ഞങ്ങൾ അകത്തോട്ട് കയറുന്ന കണ്ടിട്ട് ആ പുള്ളി പൊക്കത്തിനകത്ത് വന്നതാണ്. എന്തോ ഫോൺ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് പുറകെ. അപ്പം പോയേക്കാം. അപ്പം കേസ് രാത്രി വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേളിൽ തന്നെ ഇതാണ് എന്നാ, മേളിൽ തന്നെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് റിസ്ക്കാണ്. പക്ഷെ ഇവിടെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. പുള്ളി ഇവിടെ പ്രശ്നം എന്നാ കാര്യം എന്ന് വെച്ചിട്ട് പുള്ളി പറയുന്നില്ല. അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് പേടിച്ച് സംസാരിക്കുന്നവരല്ലേ, വല്ലാണ്ട് പേടിച്ച് സംസാരിക്കുന്നവരൊരു. എന്നാലും ഞങ്ങൾ പോവാണ്. ഇത്രയും മനോഹരമായിട്ട് സ്ഥലത്ത് ഇതുപോലൊരു വീട്. ഗൈസ് എന്നാലും പോവാണ് ഞങ്ങൾ. തിരിച്ച് ഇത്രയും നടന്ന് പോകുന്ന വീഡിയോ ഫ്ലോപ്പായിപ്പോയി. അത് സാരമില്ല. പൊക്കത്ത് അങ്ങോട്ട് കുറച്ച് മാറി വീഡിയോകളുണ്ടെന്ന് തോന്നുന്നു. പുള്ളി എന്തിനു വന്നാണോ എന്താണെന്ന് അറിയില്ല. എന്നാലും നമ്മുടെ വീഡിയോ ബ്ലോക്കായിപ്പോയി. നമുക്ക് അവിടെ എന്താ സീനുണ്ടല്ലോ. റിസ്ക് എടുത്തിനി
വരണോ വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ഇതാണ് നമ്മുടെ കറക്റ്റ് ലെവൽ. പക്ഷേ കയറുന്നത് എന്തുമാത്രം ചെരിഞ്ഞാണ് നോക്കി. നല്ല വ്യത്യാസം. എന്നാ പുള്ളി ഭയങ്കര പേടിച്ചറിഞ്ഞല്ലേ? ഒരു പേടിച്ച രീതിയിൽ പുള്ളിയുടെ സംസാരമൊക്കെ. നമുക്ക് റിസ്ക് ആയിരിക്കും. ഇപ്പം പകൽ വന്നപ്പോൾ തന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ രാത്രി വന്നുള്ള കാര്യം തന്നെ ആയിരിക്കും. അവിടെ ആക്ടിവിറ്റി കാര്യങ്ങളും ഒന്നും ഇല്ല നിലവിൽ. രാത്രി വന്നാൽ എങ്ങനെ അറിയത്തില്ല. എന്നാലും വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്തേക്കാം അല്ലേ? എന്നാലും ഇത്രയും മെനക്കെട്ട് 2 മല കയറി അപ്പുറത്ത് ചെന്നല്ലേ. 2 മല കയറുന്ന ബൈക്ക് ഓടിച്ച് വന്നാൽ ഫുൾ ഓഫ് റോഡാണ്. ഇത്തിരി കഷ്ടപ്പെട്ടു ഇവിടം വരെ വരാൻ. എന്നാണല്ലോ ഫ്ലോപ്പായിപ്പോയി. സാരമില്ല. അപ്പം നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. നൈറ്റ് വീഡിയോ ആണോ പറഞ്ഞാൽ മതി. എത്ര റിസ്ക് എടുത്താണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാം അല്ലേ? വീഡിയോ അടിച്ചെൻ്റ് ചെയ്യാം. ഒരു ബൈ പറയാം. ബൈ ഗായ്സ്. നടന്ന് ഞങ്ങൾ മേളിലെത്താറായി. എനിക്കാണ് മുട്ടിനെ എടുക്കുക. അമ്മ ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് എത്തി ഗായ്സ്. അമ്മേ ചെറിയൊരു അരുവിയുണ്ട്. അതിലെ കയറി ആ നൂല് പോലെ കണ്ടോ? നൂല് പോലെ കണ്ടോ? അതിലെ കയറിയാണ് അവിടെ ചെന്നത്. എന്നാളും കുറച്ച് ഡേഞ്ചറാണെന്ന് പറയുന്ന സ്ഥലം. ഒറ്റയ്ക്കൊരു വീട്. ഞാൻ നല്ല രീതിയിൽ അണയ്ക്കുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പം ഓക്കെ ബൈ.